ഹലോ, നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുക. അപ്പം നമ്മുടെ എന്താ പറയുക, ഉത്സവങ്ങളുടെ നാളുകളാണ്. ഓരോ സ്ഥലത്തും അമ്പലപ്പറമ്പുകളിലൊക്കെ കലയുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയൊക്കെ എന്താ പറയുക സമയമാണ്, രാവുകളാണ്. നിലയ്ക്കാത്ത സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയൊക്കെ രാവുകളാണ് ഇനിയൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എവിടെ നമ്മൾ ഏതൊരു ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾ ആരെയും അപകടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തിനോടും സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ ഇടപെടുക, പ്രശ്നം ഉണ്ടാക്കുക. ആ പ്രശ്നമൊന്നും വേണ്ട. നമ്മൾ ഏത് ആഘോഷങ്ങളും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ സന്തോഷിക്കുന്നതിനിടയിൽ നമ്മൾ ഒരു വേദനാജനകമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ട് ഏതൊരു ആഘോഷവും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസ നേരുന്നു, ക്രിസ്മസ് ആശംസ നേരുന്നുകൊണ്ട് നമ്മുടെ ഇരിട്ടിക്കുള്ള സാക് അക്കാദമി ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. അപ്പോൾ നമുക്ക് സാക്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നമ്മുടെ ആധുനിക ലൈഫിൽ നല്ല നല്ല ജോലി കിട്ടുന്ന കോഴ്സുകളാണ് സാക്ക് അക്കാദമി എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലെ നമ്മുടെ ആദ്യ ടീമാണ് 4 പേര്. ഓക്കെ, പേരെന്താ? നീതു. എവിടെ സ്ഥലം? വിളമന. വീട്ടിൽ നിന്ന് നീതുവേ എന്നാണ് വിളിക്കുക, അല്ലെ നീതു എന്നാ വിളിക്കുക? എങ്ങനെ വിളിക്കുന്നത്? നീതുവേന്ന് വിളിക്കും. ആരാണ് ഇങ്ങനെ കുറച്ചുകൂടി നീട്ടി വിളിക്കുന്ന ആരാ? അമ്മയാണ്. ഈ കൂടുതൽ നമുക്ക് പണ്ടുകാലങ്ങളിൽ ഈ പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെയാണ് പേരുകൾ വാസുവേ രാമുവേ എന്നൊക്കെ നീട്ടി വിളിക്കുന്നത്. ഇപ്പം എല്ലാം ഷോർട്ടാണ്, വാ നീ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇപ്പം കൂടുതൽ നീതു എന്നാണ് അതേ വിളിക്കുന്നത് അല്ലേ. സ്ഥലം എവിടെയാ? വിളമന. ഓക്കെ, പേര്? ജിസ്ന. വള്ളിയുണ്ട്, ജാക്ക് വള്ളിയുണ്ട്. ജിസ്ന. എവിടെ സ്ഥലം? കീപ്പള്ളി. അതെവിടെയാ? എടൂർ അങ്ങോട്ട് പോകണം അല്ലേ. ഓക്കെ, പേര്? സ്നേഹ. സ്ഥലം? പെരിങ്കരി എന്നുള്ള പേരാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു പേരായതല്ലേ. സ്നേഹ എല്ലാവർക്കും നമുക്ക് വേണ്ട സംഭവമാണ്. ഓക്കെ, വീട്ടിൽ നമുക്ക് എല്ലാവരും സ്നേഹം ഉണ്ടാവും. വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പേര് സ്നേഹ എന്ന് വിളിക്കുന്ന ആരാ? ഹസ്ബൻഡ് പേര് വിളിക്കും, സ്നേഹ എന്നാ വിളിക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ ഹസ്ബൻഡ് എന്താ വിളിക്കുക? ഏട്ടാന്ന് വിളിക്കും. ഏപ്പാ ഷൂ കൂ അങ്ങനെ ഷൈജു ഏട്ടാന്ന് വിളിക്കും അല്ലേ. നമ്മള് ഈ കല്യാണം മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കിയേ ഷൂ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ പേരെന്താ? ശോഭ. സ്ഥലം? കൊടകില, ಕರ್ನಾಟಕ ಸ್ಟೇಟ್. ಹೆಸರು ಶೋಭ. ಮನೆ ಕೊಡಗಿನಲ್ಲಿ ವಿರಾಜಪೇಟೆ ತಾಲೂಕು. ಇನ್ನೇನು ಕರ್ನೂಡ ಅವನು ചോദിക്കുന്നില്ല. ನಾನು ಈ ಸ್ಯಾಕಿಗೋಸ್ಕರ ಬಂದಿದ್ದೀನಿ, ಓದಲಿಕ್ಕೋಸ್ಕರ. ಒಳ್ಳೆ ಹೆಡ್ಮಿನ್, ಒಳ್ಳೆ ಕೋಚಿಂಗ್. ತುಂಬಾನೇ ನಾನು ಎಜುಕೇಶನ್ ಫೀಲ್ಡಲ್ಲಿ ಇದ್ದೆ, ಆದರೆ ಇಲ್ಲಿ ಬಂದಾಗ ತುಂಬಾನೇ ಗೊತ್ತಾಯಿತು ಈ ಸ್ಯಾಕ್ ಎಲ್ಲರಿಗೂ ಬೇಕಾಗುತ್ತೆ. ನನಗೆ 2 ಮಕ್ಕಳಿದ್ದಾರೆ ಸರ್, ಜಾಬಲ್ಲಿದ್ದಾರೆ. ನಾನು ಪುದುಚೇರಿ ಅಂತ ಹೇಳೋ ಜಾಗದಲ್ಲಿ ಮನೆ ತೆಗೆದಿದ್ದೀನಿ. ನನಗೆ ತುಂಬ ಖುಷಿ ಆಗ್ತಾ ಇದೆ. ಅಕೌಂಟಿಂಗ್ ಓದಲಿಕ್ಕೆ ಬಂದಿದ್ದೀನಿ ಸರ್. ಐ ರಿಯಲಿ ಗ್ರೇಟ್. സുഖാണോ അങ്ങനെ ചോദിക്കുന്നത്? ಚೆನ್ನಾಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದೆ. ಓ, ತುಂಬ ಚೆನ್ನಾಗಿದ್ದೀನಿ ಸರ್. ரொம்ப ಚೆನ್ನಾಗಿದೆ. സന്തോഷം. നമ്മൾ ഈ ഒരു ഡയലോഗ് ഏതൊരു സിനിമയിലുണ്ടായല്ലോ കൂടുതൽ? കുബേരൻ സിനിമയല്ലേ? അങ്ങനെ ഏതായാലും ഒരുപാട് കന്നഡ സംസാരിച്ചു. അപ്പം അതിൽ കുറച്ച് കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ മലയാളിയാണ്. പിന്നെ അവിടെ എത്തിയത് എങ്ങനെയാണ്? നമ്മൾ അച്ഛനും അമ്മയെല്ലാം ഇവിടെയാണ്. അവിടെ വന്നവർ സ്റ്റേ ആയിട്ട് ടാറ്റ കോഫി കേട്ടിട്ടുണ്ട് സർ, രത്തൻ ടാറ്റ. അവിടുത്തെ എംപ്ലോയി ആണ് സർ നമ്മളെല്ലാവരും. 120 സെഞ്ചുറി ഈസ്. ഓ, നമ്മളെ ഫാമിലി ബാക്ക്. അങ്ങനെ ഞാനും ഈ കൊടകിലത്തെ ഇപ്പോഴത്തെ തണുപ്പ് എന്തായിരിക്കും? ತುಂಬ ಚಳಿ ಸರ್, ತುಂಬ ಚಳಿ, ഭയങ്കര തണുപ്പായിരിക്കും. ഈ തണുപ്പിന് എന്താ പറയാ? ചളിയാ. ഈ കന്നഡയില് തണുപ്പിന് ചളി എന്ന് പറയും. കൊടക് ഭാഷയില് പറയാം. ചളി. ഇവിടെ റോഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചളി. ഓക്കെ, സന്തോഷം. ഓക്കെ, പാട്ട് പാടൂലേ? കന്നഡ പാട്ട് 2 പേര്. ಕನ್ನಡ ಕೊಡಗು ಪಾട്ട്. ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲ್ ಹುಟ್ಟಬೇಕು, ಬೆಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲ್ ಮಿಟ್ಟಬೇಕು, ಬದುಕಿದು ಜಟಕ ಬಂಡಿ. ಪುನೀತ್ ರಾಜ್ಕುಮಾರ್ അച്ഛൻ്റെ സർ. അങ്ങനെ നമ്മൾ കൊടക് വരെ പോയിട്ട് വന്നു അല്ലേ. കുറച്ച് സമയം നമ്മൾ കൊടകിലെ ഡയലോഗൊക്കെയാണ്. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം,
സിമ്പിൾ ചോദ്യം. സിമ്പിളാണോ ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഉത്തരം കിട്ടുന്നത് വരെ ഇത് ടഫാണ്. ഉത്തരം കിട്ടിയ സിമ്പിളാണ്. ഓക്കെ, പേര്. അതായത് നമ്മൾ ഭാഷ മാറിയാൽ പോലും നമ്മുടെ പേരിന് മാറ്റം ഉണ്ടാവില്ല. നമ്മൾ തമിഴ്നാട് ആയിക്കഴിഞ്ഞാലും പിന്നെ ബോംബെ പോയി കഴിഞ്ഞാലും കൊടക് പോയി കഴിഞ്ഞാലും നമ്മുടെ പേര് അതേ പേരായിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. എൻ്റെ ചോദ്യമാണ്, ചില പുരുഷന്മാർക്കുള്ള പേരാണ് ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കളിയുടെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ് പേര്? ചില പുരുഷന്മാർക്കുള്ള പേരാണ്, ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കളിയുടെ പേരായിട്ട് മാറും. രക്ഷയില്ല. സ്നേഹ മാം, രക്ഷയില്ല. കൂ എന്ന് പറയുന്ന അക്ഷരം കൂ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ടീമും കൂടി ചെയ്യാനുണ്ട്. കിട്ടിയില്ലേ ഞാൻ ക്ലൂ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ടീമാണ്. നേരത്തെ 4 പേര്, ഇപ്പോൾ 5 പേരുണ്ട്. ഒരാൾ കൂടിയിട്ടുണ്ട്. ഓക്കെ, പേര്? ഗിൽഷ. ജി അല്ല, ഗിൽഷ. ഗായാണോ ജി ആണോ? ഗ, ഗംഗയുടെ ഗായാണോ? പേര് ഗിൽഷ. ഗിൽഷ. അതിന്റെ അർത്ഥം എന്താ? അർത്ഥം ഒരു പഴയ സിംഗറോ അങ്ങനെ എന്തോ ആയിരുന്നു. അല്ല, അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ശരിക്കും. മലയാളത്തിൽ തന്നെയാണ്. ഏത് ഭാഷയാണ് ഇത് അച്ഛനിട്ട പേരാ. അപ്പോ അച്ഛൻ നോർത്തിലായിരുന്നു, ആർമിയിലായിരുന്നു. അപ്പൊ അവിടെ കേട്ട പേരൊക്കെ വെച്ച് അച്ഛന്റെ അമ്മേന്റെ പേര് ലക്ഷ്മണൻ ഗീത എന്നാണ്. മിക്സ് ആയിട്ട് അങ്ങനെ എന്തോ ഇട്ടതാണ്. ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ടാവും. ഓക്കെ, താമസിക്കുന്നത് എവിടെയാ? താമസിക്കുന്നത് തില്ലങ്കേരി. തില്ലങ്കേരി. ഓക്കെ, പേര്? രജിഷ. രജിഷ. എവിടെ? തില്ലങ്കേരി. അടുത്താണ്. മുന്നേ പരിചയമുണ്ട്? സത്യം? പരമാർത്ഥം? എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? ഇപ്പൊ കുറച്ച് നാളായിട്ട്. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാ? അല്ലല്ല, നാട്ടിലറിയാം. ഇവര് വഴി അങ്ങനെ വന്നതാണ് ഞാൻ ക്ലാസ്സിന്. ഇവിടെ ഇവരാണ് നിങ്ങളോട് കൊണ്ടുവന്നത്? ഇവരിവിടെ വരുമെന്ന് അറിഞ്ഞപ്പോ അങ്ങനെ വന്നതാണ്. ശരി, ഓക്കെ. പേര്? ശ്രുതി. ശ്രുതി തെറ്റാതെ പാടുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരുടെ ഏറ്റവും വിലപ്പെട്ട സംഭവം. ശ്രുതി പോയാൽ കംപ്ലീറ്റ് പോയി അല്ലേ? സംഗീതം പഠിക്കുന്നുണ്ടോ? ഇല്ല. ശ്രുതി ഓൾറെഡി ഉണ്ട്, പിന്നെ സംഗീതം കൂടി പഠിച്ചൂടെ? പാടാൻ അറിയില്ല. ഡാൻസ് ഇല്ല. സ്പോർട്സ്? പിന്നെ വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താണ്? എന്തെങ്കിലും? ഒന്നുമില്ല. ഭക്ഷണം പാചകം ചെയ്യാം? ഇഷ്ടമാണ്. കഴിക്കുന്ന കാര്യമല്ല, പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, സ്ഥലം എവിടെയാ? തില്ലങ്കേരി. ഓക്കെ, പേര്? ശിശിര. ശിശിര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഋതുവാണ്. ഒരു ഋതു, കാലം. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾ ഷോർട്ടായിട്ട് അങ്ങനെയാണോ വിളിക്കുന്നത്? ശിശിര. ശിശിര എന്ന് വിളിക്കുന്നത്. ശിശിരം എന്ന് പറഞ്ഞാല് ശിശിരം ഋതു. കാലഘട്ടം, ഓരോ കാലം. നമ്മള് ഈ മഞ്ഞകാലം മഴക്കാലം പറയുന്ന പോലെ അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏത് കാലമാണ്? എനിക്ക് ശിശിരകാലം ഇഷ്ടമാണ്. ശിശിരകാലം ഇഷ്ടം തന്നെയാണ്. ഓക്കെ, സ്ഥലം എവിടെയാ? മട്ടന്നൂര്. പേര്? സൂര്യ. എവിടെയാ സ്ഥലം? പൈഞ്ചേരി. സൂര്യനുമായിട്ട് അടുത്ത ബന്ധമുള്ള പേരാണ് സൂര്യ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ശരി. നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? PGDCA. പിയുടെ ഫുൾ ഫോം എന്താണ്? പോസ്റ്റ്. പിന്നെ ഗ്രാജുവേഷൻ, ഡിപ്ലോമ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സ് പഠിച്ചാലുള്ള ഗുണം എന്താ? നമുക്ക് PSC എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ പഞ്ചായത്ത് അങ്ങനെയുള്ള ഇതൊക്കെ വേക്കൻസി വരുവാണെങ്കിൽ PGDCA ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ. അപ്പോൾ നമുക്ക് അതൊരു സ്ഥിര വരുമാനമുള്ള കൃത്യമായിട്ടുള്ള ഒരു ജോലി കിട്ടും. അതാണ് അല്ലേ? ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ തന്നെ ജോലി ചെയ്യേണ്ടി വരും അല്ലേ? അല്ലെ ഔട്ട്സൈഡ് ജോലി ചെയ്യാനുള്ള ഒരു ഔട്ട്സൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അല്ലാണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഡാറ്റ എൻട്രി പോലത്തെ കയറാം. ഓക്കെ, ശരി. എന്തായാലും നമുക്കിപ്പം വേണ്ട കൊറോണ നമ്മൾ പഠിപ്പിച്ചതാണ്. നമുക്ക് എക്സ്ട്രാ എന്ത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമുക്കൊരു കൃത്യമായ ശമ്പളം കിട്ടുന്നൊരു തൊഴിൽ നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ജീവിതം ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഗവൺമെൻറ് ജോബിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പാട്ട് പാടും ആരെങ്കിലും? പാടും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. മുത്തപ്പൻ്റെ പാട്ട്. തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസേശ നിന്നിരാട്ട്. തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട്, മണ്ണിൽ വന്ന കൈലാസേശ
ഈശാ നിന്നിരാട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചൊറൂട്ട് പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട് എൻ്റെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ. സൂപ്പർ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇല്ല, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഇച്ചിരി പാട്ട് സംഗീതം കൂടി ഉണ്ടെങ്കിൽ വളരെ മനോഹരം. എന്നുവെച്ചപ്പോൾ മോശം എന്നല്ല പറഞ്ഞ് നന്നായിട്ട് പാടി. ഓക്കെ. അപ്പോൾ ചെറിയ ചോദ്യം. പേര്, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇച്ചിരി നീട്ടുള്ള പേരാണ്. സിന്ധു, ബിന്ദു, ബാബു ഇതൊക്കെ വളരെ ചെറിയ പേരാണ്. ഇപ്പം പറഞ്ഞാൽ നിങ്ങളുടെ പേര്. അങ്ങനെ ഓരോ പേരിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും പിന്നെ അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ ചോദ്യമാണ്, ചില പുരുഷന്മാർക്കുള്ള പേരാണ്, എന്നാൽ ഈ പേര് അങ്ങനെ അമിതമായിട്ട് നമ്മളെ ബാലൻ, സുഗുണൻ, മോഹനൻ, സിന്ധു, ബിന്ദു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാടാക്ക് അങ്ങനെ കേൾക്കാത്തൊരു പേരാണ്. എന്നാൽ സിനിമയിലൊക്കെ കഥാപാത്രങ്ങൾക്കുള്ള പേരാണ്. അത് ചില പുരുഷന്മാർക്കുള്ള പേരാണ്. ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കളിയുടെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ് ആ പേര്? മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട നായകനോട് ആ നായകൻ്റെ പേരതാണ്. ആ പേര് വിളിച്ചുള്ള ഡയലോഗ് പോലും ഉണ്ട്. ഇവിടെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കളിയായിട്ട് മാറുന്ന പേര് എന്താ? നിങ്ങൾ പതിലെടുക്ക് എന്തോ ചർച്ച ചെയ്തത് എന്താ? അല്ല, മഞ്ജു വാര്യരുടെ സിനിമ ഏതാ? ഓക്കെ, ലാസ്റ്റ് കൂടെ വരാം. ഓക്കെ, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇത്തിരി സമയം നമ്മൾ സ്റ്റുഡൻസോടൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ ടീച്ചേഴ്സ്, അധ്യാപികമാരെ നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകാൻ. ഇവർ കിട്ടുമോ നോക്കാം. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. ഓക്കെ. പേര്? ബീന. സ്ഥലം? പുന്നാട്. മേലെ പുന്നാട്, താഴെ പുന്നാട്. ഈ മുകളിലെ പുന്നാട് താഴെ പുന്നാട് നമ്മൾ വ്യത്യാസം എന്താണ്? ഒന്ന് മുകളിൽ താഴെ മാത്രമേ ഉള്ളൂ. അതൊരു ഏരിയയാണ്, ഓരോ ഭാഗത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ നമ്മുടെ താഴെ തന്നെ ടൗണിൽ തന്നെയാണ്. വാർഡ് മാറ്റാണോ? രണ്ടും വാർഡ് മാറ്റാണ്. ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? 10 വർഷം കഴിഞ്ഞു. 10 വർഷം. ഓക്കെ. പേര്? ഷിഫാന. സ്ഥലം? അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അടുത്ത്, കറുപ്പത്തോട്ടിന്റെ അടുത്ത്. എവിടെയാ? കീഴല്ലൂർ. ഓക്കെ. പേര്? ആതിര. എവിടെ സ്ഥലം? പടിയൂർ. ഓക്കെ. പടിയൂർ ക്ഷേത്രം. അവിടെ ക്ഷേത്രം? പേര്? തൊയ്യബ. സ്ഥലം? തൊട്ടിപ്പാലം. പാലമുണ്ട് ഇപ്പോൾ അവിടെ? ഉണ്ടോ? വലിയ പാലമാണോ അല്ലെങ്കിൽ നമ്മുടെ നടന്നു പോകേണ്ട മാത്രമുള്ള പാലമാണോ തൊട്ടിപ്പാലം? പാലം കടന്ന് അങ്ങനെ ആരും പോലെയില്ല. ഫോറസ്റ്റ് ആണ്. അതിർത്തിന്റെ അടുത്താ. കൂട്ടുപുഴ. അപ്പൊ അതുകൊണ്ട് ആ പാലം അധികം കടന്നു പോകാറില്ല. അല്ലേ? ഒരു വശത്ത് മൃഗങ്ങളുണ്ട്, ഒരു വശത്ത് മനുഷ്യരുണ്ട്. അതാണ് പ്രശ്നം. ഇവിടെ പേര്? പ്രിറ്റി. അതിന്റെ അർത്ഥം എന്താ? പ്രിറ്റി അതിന് അർത്ഥമില്ല. മലയാളത്തിൽ പറയുമ്പോൾ ഒരു അർത്ഥം വരും, പക്ഷേ സ്പെല്ലിങ് പറയാം മാറ്റാണ്. ഓക്കെ. അപ്പൊ ഇത് ഏത് ഭാഷയിലെ പേരാ ഇത് പ്രിറ്റി എന്നുള്ളത്? ഇംഗ്ലീഷ് ആയിരിക്കാം. സ്വന്തം സ്ഥലം എവിടെയാ? അങ്ങാടിക്കടവ്. ഇവിടെ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത്? ഞാൻ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇവിടെ എന്താ കോഴ്സ് പഠിപ്പിക്കുന്നത്? അക്കൗണ്ടിങ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോഫ്റ്റ്വെയർ. ഓക്കെ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA കോഴ്സ്. അക്കൗണ്ട് എന്നാണോ അക്കൗണ്ട് എന്നാണോ നമ്മൾ ഈ പറയുന്നത്, ഈ പഠിപ്പിക്കുന്ന ഈ കോഴ്സിന് പ്രൊണൗൺസിയേഷൻ എങ്ങനെ വരും ശരിക്കും? അക്കൗണ്ട് ഏന്നെ വരും? അക്കൗണ്ട് എന്നല്ല, അക്കൗണ്ട് വരും. അക്കൗണ്ടിങ് അല്ല, അക്കൗണ്ടിങ്. എയും ആയുടെയും നടുക്കുള്ള ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത് അല്ലേ? അതാണ് ഞാൻ അക്കൗണ്ടിങ്. പക്ഷേ അതിന് ചെറിയൊരു പ്രൊണൗൺസിയേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ. ഇതിലാരാ പാട്ട് പാടുന്ന ആള്? പ്രിറ്റി പാടും? രണ്ടുപേരും? വേറെ ആരാ പാടുന്ന ആള്? അതിൻ്റെ താരം പാടുന്ന ആളല്ലോ. ആദ്യം ഇന്നലെ പാടി, അപ്പൊ ഇന്നും കൂടി പാടില്ല. ശരി. അപ്പൊ ചെറിയ ചോദ്യം. പേരുകൾ നേരത്തെ പറഞ്ഞ പ്രിറ്റി വലിയൊരു വ്യത്യസ്തമായ പേരാണ്. അങ്ങനെ ഓരോ പേരിന് നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താ? അറിയില്ല. നല്ലതെന്ന് പറയും. നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താ? നോക്കിയിട്ടില്ല. നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്താ? അറിയില്ല. അപ്പൊ എന്തായാലും നമ്മള് പിന്നെ ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ അതിന് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പേരായി കഴിഞ്ഞാലും മലയാള പേരായി കഴിഞ്ഞാലും പണ്ട് കാലങ്ങളൊക്കെ പുരാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പേരുകൾ ഉണ്ടാകുക. പക്ഷെ ഇപ്പം അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ അക്ഷരങ്ങൾ ഇട്ടിട്ടുള്ള പേരായി. ഇപ്പം അതൊക്കെ മാറ്റി എന്തൊക്കെയോ ഒരു പേരിടുക എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അർത്ഥങ്ങളുണ്ടാവും അതിന്, അല്ലേ? അപ്പം എൻ്റെ ചോദ്യമാണ്, ചില പുരുഷന്മാർക്ക് ഇത് കോമൺ ആയിട്ട് ഒരുപാട് കേൾക്കാറില്ല, എന്നാലും ചില പുരുഷന്മാർക്കുള്ള പേരാണ്.
ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിച്ചാൽ ഒരു കളിയുടെ പേരായിട്ട് മാറും. കളി എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് ഇനത്തിൻ്റെ പേരായിട്ട് മാറും. ജോസ് എന്നുള്ളത് മാറ്റിയിട്ട് ചെസ്. റോക്കിയാണോ? റോക്കി, ഹോക്കി. റോക്കി ഹോക്കി അല്ല, റോക്കി ഒറ്റ അക്ഷരത്തിന് മാറാൻ പറ്റില്ല. ഒറ്റ അക്ഷരം 6 മാറ്റി വെച്ചാക്കിയാൽ റോക്കി ഹോക്കി ആവൂലേ? ആവോ? റോക്കിയുടെ സ്പെല്ലിംഗ് എന്താ? ആറോ സ്പെല്ലിംഗ് അല്ല, ഒരാളുടെ പേരിൽ നമുക്ക് എന്ത് സ്പെല്ലിംഗ് വേണേലും ഇടാലോ. അല്ല അല്ല, അത് ആദ്യത്തെ അക്ഷരത്തിന് മാറ്റം സംഭവിക്കണം. അതെ, 6 മാറ്റി അവിടെ എച്ചാക്കിയാൽ മതി. എന്തായി? റോക്കിക്ക് പകരം ഹോക്കി ആവും. റോക്കിയുടെ സ്പെല്ലിംഗ് RACK CKY ആയിരിക്കണം. റോക്കി. ആ. ഹോക്കിയുടെ സ്പെല്ലിംഗ് എനിക്ക് HOCKY ആണോ? ഉറപ്പില്ല, നോക്കിയിട്ട് പറയാം. കമ്പ്യൂട്ടർ ഒന്ന് സെർച്ച് ചെയ്യണം പ്ലീസ്. എടുക്ക. നമ്മൾ കാരണം ഒരു ഓപ്ഷനിൽ തരാം. ഞാൻ എന്താ പറയുക, എൻ്റെ ഇടയ്ക്കുള്ള ആൻസർ അല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ അതുകൊണ്ട് ഈ ആൻസർ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിന് സമ്മാനം തരും. റോക്കിക്ക് നമുക്ക് എന്ത് സ്പെല്ലിംഗ് വേണേലും ഇടാം. റോക്കിക്ക് എന്ത് സ്പെല്ലിംഗ് വേണേലും ഇടാം. എങ്ങനെ? ഹോക്കിന്റെ സ്പെല്ലിംഗിൽ ആദ്യത്തെ എച്ച് മാത്രം ഒന്ന് മാറ്റിയാലും മതി. മതി. ഒരാളുടെ ആളുടെ പേരല്ലേ, ഇഷ്ടമുള്ള പേര് ഇടാലോ, ഇഷ്ടമുള്ള സ്പെല്ലിംഗ് ഇടാം. ഓക്കെ, നോക്കട്ടെ. റോക്കിയും ഹോക്കിയും തമ്മിൽ 2 അക്ഷരത്തിൻ്റെ വ്യത്യാസമുണ്ട്. എൻ്റെ ചോദ്യത്തിൽ ആദ്യത്തെ അക്ഷരത്തിന് മാത്രമേ മാറ്റം സംഭവിക്കാൻ പാടുള്ളൂ. ടെന്നീസ്. അല്ല, അത് ഓക്കെ ആണോ? ആണെങ്കിൽ അതിൻ്റെ ഡെന്നീസിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. DENNIS. ആ, ടെന്നീസ് TENNIS ആയിരിക്കും. അത് തന്നെ ആയിരിക്കണം. തെറ്റി പറയുന്ന പോലെ എന്താ പറ? അല്ല, അങ്ങ് തന്നെ ആയിരിക്കണം എന്ന് പറയുക. ടീച്ചറെ അപ്പം അങ്ങനെ നമ്മുടെ ചോദ്യമായിരുന്നു. അതായത് ചില പുരുഷന്മാർക്കുള്ള പേരാണ്. ഞാൻ പറഞ്ഞു അപൂർവം, എല്ലാവർക്കും നമ്മുടെ സ്ഥിരമായിട്ട് ഒരുപാട് കോമൺ ആയിട്ടുള്ള പേരല്ല, അല്ലാതെയുള്ളൊരു പേരാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ മാറ്റം സംഭവിച്ചാൽ ഒരു കളിയുടെ പേരായിട്ട് മാറുമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ടീമിന് ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തോട് ഈ ഒരു പേര് പറയുന്നുണ്ട്. ആ സിനിമ ഏതാണ്? സമ്മർ ഇൻ ബെത്ലഹേം. അതിൽ സുരേഷ് ഗോപിയുടെ പേരെന്താണ്? ഡെന്നീസ്. ദിസ് കറക്റ്റ് ആൻസർ ഡെന്നീസ് ആണ്. ഡെന്നീസിൻ്റെ ഡിക്ക് വരെ ടി ആയി കഴിഞ്ഞാൽ ടെന്നീസ് ഒരു കളിയാണ്. ടെന്നീസ് നമ്മൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കളിയാണ് ടെന്നീസ്. ഡെന്നീസ് ആൻഡ് ടെന്നീസ്. മഞ്ജു വാര്യർ പറയുന്നുണ്ട്, ഡെന്നീസ്, ഞാൻ നിരഞ്ജനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മാത്രമേ ഇഷ്ടപ്പെടൂ, നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് മഞ്ജു വാര്യർ സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയിൽ പറയുന്ന ഡയലോഗാണ്. അപ്പം ഡെന്നീസ് അതിൻ്റെ ആദ്യത്തെ മാറ്റം സംഭവിച്ചാൽ ടെന്നീസ് ഒരു കളിയാണ്. അങ്ങനെ റോക്കി ഹോക്കിയിൽ തെന്നി മാറി നമ്മൾ അവസാനം ഇവിടെ ഡെന്നീസിനും ടെന്നീസിലേക്ക് എത്തിയിരിക്കുന്നത്. കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലൂ കൊടുക്കാമെന്ന് പറഞ്ഞ് 2-3 ടീമോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യാം, ക്ലൂ കൊടുക്കാതെ തന്നെ ഇവിടെ ഉത്തരം കിട്ടി. ഡെന്നീസ്, ടെന്നീസ്, അതാണ് നമ്മൾ സംഭവം. പേര് ഡെന്നീസ് ആണ്. പിന്നെ നമുക്ക് അധികമായിട്ട് കോമൺ ആയിട്ടുള്ളൊരു പേരല്ല, എന്നാലും ഒരുപാട് ആൾക്കുള്ള പേരാണ് ഡെന്നീസ് എന്നുള്ളത്. അതിൻ്റെ ഡിക്ക് വരെ ടി ആയി കഴിഞ്ഞാൽ ടെന്നീസ് ഒരു കളിയാണ്. ഉത്തരം പറഞ്ഞ എന്താ പേര്? ഷിഫാനക്കാണ്. ഷിഫാനക്കുള്ള നമ്മുടെ സമ്മാനം കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ശ്രേയ സമ്മാനം. റേഡൻറ്റ് ENT ഹോസ്പിറ്റൽ കണ്ണൂർ നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ കാണാൻ സന്തോഷം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പേരിനും അതിൻ്റേതായ പ്രത്യേകതകളും ഗുണങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ. ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.